സയ്യിഅത്തിൻ സയ്യിഅത്തും മിസ്ലുഹാ. തിന്മക്കുള്ള ശിക്ഷ തത്തുല്യമായ ആ തിന്മ തന്നെയാണ്. ഇവിടെ വന്നിട്ട് മുജാഹിദിലൊന്ന് അടുപ്പിക്കാൻ നോക്കിയതാ, അടി പുറകിന്ന് കിട്ടിയതാ അവരുടേത്. അങ്ങോട്ട് കിട്ടി ഇങ്ങോട്ട് കിട്ടി, വാങ്ങിയത് കൊണ്ട് ഇരുന്നോളി. ഇനി അത് മാത്രല്ല, ഇനിയും കേൾക്കാം, ഇനിയും പറയാ. ഇവര് നമ്മളെ തിരിച്ചു വിളിക്കാണല്ലോ. എങ്ങോട്ടാ വിളിക്കണത്? ഇനി കാണാ. എന്ത് കേട്ടോളൂ. ഇവിടെ 928 എന്ത് സംഭവിച്ചു, 932 എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു ഒരു കാരല്ല. ഞങ്ങൾ ഇളക്കിയാൽ നിങ്ങളെ വയറ് പൂർണ്ണമായി ഇളകിപ്പോകും എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് സത്യത്തിൽ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എൻ്റെ മൊബൈൽ കുരുത്തം വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുക, ദിവസം ഭീഷണിപ്പെടുത്താൻ. ഞാൻ ആദ്യം 1-2 പ്രാവശ്യം അത് പിന്നെ മാന്യമായി മറുപടി പറഞ്ഞു. പിന്നെയും വിളിച്ച് ഭീഷണിപ്പെടുത്തുക, അങ്ങനെയാക്കും, അവിടെ തടി ഇവിടെ പിടിക്കും, അവിടെ ചവിട്ടും, ഇവിടെ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. ഒരുത്തൻ ഫോണിൽ വിളിച്ചിട്ട് എന്താ തലയെക്കെട്ടുകാർക്ക് വന്നു പോയത്, എന്താ ഈ മുസ്ലിംമാർക്ക് എന്ത് പറ്റിപ്പോയി, മനുഷ്യന്മാർ നാണക്കേട്. ഇത് മനുഷ്യനോട് പറയാൻ പറ്റൂല, നാണക്കേട്, വൃത്തികേട്. ഇന്നലെ 2:10 ഞാൻ ജുമാ കഴിഞ്ഞ് വന്നപ്പോ ഒരു ഫോണ്, അപ്പൊ 04952. ഞാന് ഇവിടെ വയനാടിൽ ഫോണ് എന്റെ ഫോണിലേക്ക് പിന്നെ ലാൻഡ് ഫോണെന്നാ വിളിക്കുന്നത്. ലാൻഡ് ഫോണിന്ന് വിളിക്കാണ്. ഇതാ ഇങ്ങനെ വളരെ ആഭാസകരമായി സംസാരിക്കാം, ഞങ്ങൾ കാണിച്ചു, അങ്ങനെ ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ ചെയ്യാം. ഞാൻ ഫോണ് വേഗം കട്ട് ചെയ്തിട്ട് ഷാഹുൽ അമീദിനെ വിളിച്ചു, ഫറോക്കിലേക്ക് വിളിച്ചു. ഇതാ 0492 ഇന്ന നമ്പർ ഉണ്ട്, ഉടനെ ആ നമ്പർ ആരെ നമ്പറാണെന്നൊന്ന് പിന്നെ കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. നമ്പർ വിളിച്ചു നോക്കുമ്പോൾ പിന്നെ എവിടെ ഷാഹുലെ, എവിടെ ഫറോക്ക് കോടമ്പുഴ AP-കാരൻ നടത്തുന്ന ബൂത്തുന്ന. നിങ്ങൾ തൊപ്പിട്ടല്ലേ, തൊപ്പിയും താടിയൊക്കെ ഉണ്ട്. ഇവരൊക്കെ ചവിട്ടാത്ത കാലെന്തിനാ മനുഷ്യന്മാരെ? എന്താ ഈ മനുഷ്യന്മാർ തലക്കെട്ടും തൊപ്പിടുകയും ചെയ്യുന്ന താടിക്കാരി കാട്ടിക്കൂട്ടുന്ന തമ്മാടിത്തരം. എന്തേ മനുഷ്യന്മാരെ ഇവർക്കൊക്കെ പറ്റിപ്പോയത്? എന്താ അവരെ ഉദ്ദേശം? ഒരു മനുഷ്യൻ പറഞ്ഞതിന് ശരിയല്ലെങ്കിൽ അതിന് വിമർശനാത്മകമായി മറുപടി അറിയാലോ. അല്ല, അത് യൂക്കലാണ്, അതിന് നിരീശ്വരവാദിയാണ്. അവന് സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ അതിന് പകരം ആരോഗ്യകരമായി സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ വിഷയം കഴിഞ്ഞല്ലോ. അല്ലെങ്കിൽ ഞങ്ങൾ എതിരിടാനുണ്ട്, ഞങ്ങളെ കയ്യിൽ ആരോഗ്യകരമായ നിയമങ്ങളുണ്ട്, ഒന്നും കൊണ്ട് വാ നമുക്ക് ചർച്ച ചെയ്യാലോ എന്ന് പറയാലോ. എവിടുന്നാ ഇവരൊക്കെ ഇറങ്ങിയത്? നിങ്ങൾ ആലോചിച്ചു, ഈ കൗമിൽ നിന്ന് അള്ളാന്റെ ദീനുണ്ടാവും തോന്നുന്നുണ്ടെങ്കിൽ തലയെക്കെട്ട് തൊപ്പിട്ടവർക്ക് മാന്യത. എന്താ ഇവരെ വിചാരം? അല്ല, എന്താ ഇവരെ ഉദ്ദേശം? അല്ല, ഇവരെ പിടിച്ചു കെട്ടണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്? എന്തിനാ അവർക്ക് വരളകണ്ട ആവശ്യം? എന്താ റഹ്മത്തുള്ളത് പറയുമ്പോൾ ഇവിടെ പലരും രാവും പകലൊക്കെ എതിർക്കണ്ടല്ലോ. എന്താ റഹ്മത്തുള്ള പറയുമ്പോൾ മാത്രം ചൂടാവേണ്ട ആവശ്യം എന്താ? അപ്പൊ അതിൽ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അവരാ വരട്ടുതാത്ത വാദം ഇവിടെ നടക്കൂലാന്ന് മനസ്സിലാവുന്നുണ്ട്. ഇതിനല്ലേ ഉലമാഉഹും ശർഉ മൻ തഹത അദീമിസ് സമാ. ഇവരെ വിടണം എന്നാണ് നിങ്ങൾ പറയുന്നത്? അല്ല, ഇവർക്കൊക്കെ പറ്റിയതെങ്ങനെ പറഞ്ഞു നടന്നൂടെ? അതിന് ഇവര് കെട്ടിയ ഓളാകണ്ടേ നമ്മൾ? അപ്പൊ ഇനിയിപ്പോ അങ്ങോട്ട് പോകാൻ പറ്റില്ല. കാരണം ഉലമാഉഹും ശർഉ മൻ തഹത അദീമിസ് സമാ. ആ കൗമിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. ഖാസിമി മുത്തേടാണല്ലോ പറഞ്ഞത്. ആ മുത്തേടം തന്നെ പറയാ, ഉലമാഉ ശർഉ മൻ തഹത. അങ്ങോട്ട് പോകാൻ പറ്റൂല. ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ഒരിക്കലും പൊന്നാര മക്കളെ, അങ്ങോട്ട് വന്നാൽ നിങ്ങളെ ചവിട്ടേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടില്ല. ഇനി ആരാ? ഇനി ബാക്കിയുള്ള എന്താ? ഞാൻ അവിടെ പോകാന്ന് വിചാരിച്ച എവിടെ ഉള്ളത് ബാക്കി? ബാക്കിയുള്ളത് ഇപ്പുറത്താണ്. അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചാലോ? കേട്ടോളൂ, എന്താ ഉള്ളത് അവിടെ? എന്താ ഉള്ളത്? സമസ്ത കേരള സുന്നി യുവജന സംഘം 1954 രൂപീകരിച്ച്, പക്ഷേ നമ്മുടെ നേതാക്കന്മാർ സമസ്ത കേരള സുന്നി യുവജന സംഘത്തെ ഒരിക്കൽ പോലും SKSYS എന്ന് പരിചയപ്പെടുത്തിയില്ല. എന്തുകൊണ്ട്? SK എന്നൊരു കമ്പനി അവസാന നാളുകളിലും അള്ളാഹുവിന്റെ ദീൻ തകർക്കാൻ വരും. ദീൻ പൊളിയന്മാർ SK എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ നേതാക്കന്മാർക്ക് ദീർഘവീക്ഷണം ഉണ്ടായതുകൊണ്ട് ആയേക്കാം സമസ്ത കേരള സുന്നി യുവജന സംഘം എന്നെഴുതിയിട്ട് ബ്രാക്കറ്റിൽ SYS എന്ന് മാത്രം നമ്മുടെ നേതാക്കന്മാർ പരിചയപ്പെടുത്തിയത്. നമ്മുടെ നേതാക്കന്മാർ ദീർഘവീക്ഷണമാണ് നമുക്കതിൽ മനസ്സിലാകുന്നെങ്കിൽ ഈ കക്ഷിയുടെ സഹിക്കറിയാതെ പൊറുതി കിട്ടിയപ്പോ എന്റെ ജില്ലയിൽ നമ്മുടെ പ്രവർത്തകന്മാർ അവരെ മൂലികൾ എന്ന് വിളിക്കാറുണ്ട്. അതിന്റെ വാസ്തവത്തിൽ സഹിക്കാത്തത് കൊണ്ട് വിളിച്ചു പോരുന്നതാണെങ്കിൽ മൂലി എന്നതിന് വേറെയും മലയാളത്തിൽ പദങ്ങളുണ്ട്. അതേ പദം
തലപ്പത്തുള്ള ആളെ പ്രസിഡന്റ് ആക്കിയതോടുകൂടെ മറുഭാഗത്തിന്റെ മൂലീസം കൂടുതൽ പ്രകടമാകുമെന്ന് നാം മനസ്സിലാക്കിയതുകൊണ്ട് മഹാനായ സംശുദ്ധമായി മുസ്ലിയാർ എനിക്ക് ഇഷ്ടമില്ലാത്ത എല്ലാ സംഗതികളെയും കാളപൂട്ട് എന്നാണ് പറയാറുള്ളത്. കടമ്പാടി പ്രസിഡന്റായതോടുകൂടെ ആ കാളപൂട്ട് യാഥാർത്ഥ്യമായിരിക്കുക തന്റെ ആത്മാർത്ഥതയോടുകൂടെ ഇഖ്ലാസോടെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുക. കണ്ടോ, ഇപ്പൊ അവിടെ പോകാൻ പറ്റില്ല, അവിടെ കാളയും പൂരയൊക്കെ ഉള്ളത്, കാളയും പൂരയൊക്കെ ഉള്ളത്, അങ്ങോട്ട് പോടാന്നാ ഊപ്പര് പറയുന്നത്. അപ്പൊ നമ്മളൊന്നും ഇടാറില്ലായിരുന്നു കേട്ടോ. ഇതൊക്കെ ചോദിച്ചു വാങ്ങണ, വിഷമിക്കണ്ട, ഇതൊക്കെ ചോദിച്ചു മേടിക്കണാണ്, ഇതൊക്കെ ഫ്രീ റിഡക്ഷൻ, വെറുതെ തരാ. പിന്നെന്താ ഇനി നോക്കുമ്പോ പിന്നെയും എന്താന്നല്ലേ ഇനിയും കേട്ടോ എന്താ പറയണത്, ഈ ഗ്രൂപ്പ് തന്നെ കഫറയാണ് എന്നാണ്. ഞാൻ അർത്ഥം പറയണില്ല, ഇവിടെ മുജാഹിദികളെ കാഫറാക്കാൻ വന്നു, മുശ്രിക്കാക്കാൻ വന്നു. ഞാനല്ല പറയുന്നത്, ഉള്ളാട്ടങ്ങളാ പറയുന്നത്. കേട്ടോളൂ ആ വാചകം. അവര് പറഞ്ഞതാ. ഞാന് അവിടെ എപ്പോഴും പോണ ആളൊന്നുമല്ല. ഈ ഔലിയാക്കന്മാരെ പിന്നാലെ പോയതിനെ പണിയൊന്നും ഇരിക്കില്ല. വളരെ ബുദ്ധിമുട്ടായ ചിലപ്പോ അങ്ങനെ ഒരാളുണ്ടെന്ന് കേട്ടാൽ ഞാനൊന്നും പോകില്ല. ഒരിക്കലും ഈ മടവൂരിനെ കാണാൻ വേണ്ടി ഞാൻ പോയി. എന്തിന്? ഈ കുഴപ്പം വന്നതിന് ശേഷം നമ്മുടെ ഇടയിൽ ഒരു ഭിന്നിപ്പ് വന്നപ്പോ ഈ മൂപ്പരോട് എന്നെ പോയിട്ട് പറയാം. അപ്പോഴാണ് എന്നെ പിടിപ്പിച്ച് വാതി തുറന്നെത്തിയെന്ന് ഒരാളോടും ഉണ്ടാത്തക്കാരാണ്. സലാം ചെല്ലി സലാം വിളിക്കും. സലാം വിളിക്കിയതിന് ശേഷം ഞാൻ വന്ന സംഗതി പറഞ്ഞു. ഇപ്പോഴെല്ലാം ഭിന്നിപ്പും കാര്യമൊക്കെ ആയിപ്പോയില്ലേ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, അന്താരൽ ഹക്ക്, നിങ്ങൾ ഹക്കിന്റെ മേൽ അടിയുറച്ചു നിന്നോളൂ. അപ്പറം നമ്മളെ ഉസ്താദല്ലേ, ഇക്ക് ഉസ്താദല്ലേ, ഞാൻ എന്ത് ചെയ്യണം? അന്താരൽ ഹക്ക്, നീ ഹക്കിന്റെ മേൽ അടിയുറച്ചു നിന്നോളണം. വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ കഫറ, മടവൂര് കഫറ എന്ന് പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. കഫറയ്ക്ക് പല അർത്ഥമുണ്ട്, അതെനിക്കും അറിയാം. അതുകൊണ്ട് അതങ്ങട്ട് പരത്തിയിട്ട് ഉള്ളാളത്തൻ ഞാൻ ഒഴുകിപ്പോകുമെന്ന് വിചാരിച്ചെല്ലാവരും. പ്രസിഡന്റിനോ അവർക്ക് വല്ല കത്തും കൊത്തൊക്കെ വന്നു. പറഞ്ഞവനൊക്കെ എവിടെ പോയി? എവിടെ? കണ്ടോ, അപ്പൊ കൃത്യമായിട്ട് മൂപ്പര് പറയാനുള്ളത് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇന്ന കാലൽ ഹക്ക്, നീ ഹക്കിന്മേലാണ്. അപ്പൊ അപ്പുറത്തോ കഫറ. കഫറ എന്ന് പറഞ്ഞാല് പലർത്തുണ്ടത് എനിക്കറിയാം, ഞങ്ങൾക്കൊക്കെ അറിയാം. കഫറ എന്ന് വെച്ചാൽ അവിശ്വസിച്ചു എന്നാണ്. പിന്നെ പലർത്തും എന്ന് പറഞ്ഞാൽ ആജബൽ കുഫാർ എന്ന് പറഞ്ഞില്ലേ, കൃഷിക്കാരൻ അർത്ഥത്തിൽ പറഞ്ഞിട്ട് ഓക്കെ അങ്ങനെയാണെന്ന് വിചാരിച്ചാൽ എന്ന് വെച്ചാൽ എന്താ? ഈക്കെ കഫറ എന്ന് പറഞ്ഞാൽ ഈക്കെ കൃഷി ചെയ്തു, ഈക്കെ കൃഷി ചെയ്തു. ആ അർത്ഥത്തിലല്ലല്ലോ പറഞ്ഞത്. പിന്നുള്ള അർത്ഥം ഏതാ? അപ്പൊ സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതൊന്നും നമ്മൾ പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ പറയില്ല. ഞങ്ങൾ ആ രൂപത്തിലുള്ള ക്ലിപ്പുകൾ ഞങ്ങളുടെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടും അല്ല, പക്ഷെ ഞങ്ങളത് മുതലാക്കാൻ നിന്നിട്ടില്ല. അതുകൊണ്ട് ഏത് പൈസയാണെങ്കിലും ഏത് ഗ്രൂപ്പാണെങ്കിലും ഞങ്ങൾക്ക് പറയാനുള്ളത് മാന്യമായി നമുക്ക് ആദർശം പറയാം, കൃത്യമായി ആദർശം പറയാം, നിങ്ങളുടെ സംശയങ്ങൾ ഉന്നയിക്കാം. പക്ഷേ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശത്രുക്കൾ ഇറക്കുന്ന ആ രൂപത്തിലുള്ള മേഖലകൾ, അവർ ചെയ്യുന്ന കാര്യങ്ങൾ എടുത്തുദ്ധരിച്ചിട്ട് അത് വെച്ച് മുജാഹിദ് പ്രസ്ഥാനത്തെ തകർക്കാമെന്നോ തളർത്താമെന്നോ ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ ആ പൂതി വേണ്ട, ആ ആഗ്രഹം വേണ്ട. വന്നാൽ അതിലും നല്ലത് തിരിച്ചു തരാൻ, നന്നായി തന്നെ സൽക്കരിക്കാൻ മുജാഹിദ് പ്രസ്ഥാനം പ്രാപ്തമാണ് എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊരു ആദർശ പ്രസ്ഥാനമാണ്. ആദർശത്തിന് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനം, ആദർശത്തിന് വേണ്ടി വാദിക്കുന്ന പ്രസ്ഥാനം, ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്ന പ്രസ്ഥാനം, അള്ളാഹുവിന്റെ തൗഹീദും പ്രവാചകന്റെ ചര്യയും സമൂഹത്തിലേക്ക് കൃത്യമായി എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം. ആ നിലക്ക് ഈ മഹത്തായ പ്രസ്ഥാനത്തെ അടുത്തറിയാനും മനസ്സിലാക്കാനും വേണ്ടി അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ സമയത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള സാഹചര്യം, അതായത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ 7ാം സംസ്ഥാന സമ്മേളനം വരുന്ന 31 ജനുവരി 1, 2, 3 തീയതികളിലായി മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളത്ത് വെച്ച് നടക്കുമ്പോ എന്റെ എല്ലാ സഹോദരങ്ങളും എല്ലാവരും ആ സദസ്സിൽ ഉണ്ടാകണം, അവിടെ എത്തിച്ചേരണമെന്ന് പ്രത്യേകം ഉണർത്തി എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും സത്യത്തിന് വേണ്ടി നിലകൊള്ളാനും
അതിനുവേണ്ടി വാദിക്കാനും ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.